എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇന്ന് കർക്കടകം 2. നമ്മൾ ഇന്നലെ പറഞ്ഞ കഥ ദശരഥന്റെ പുത്രകാമേഷ്ടിയാഗം ഋഷ്യശൃംഖനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ വിശ്വാമിത്രന്റെ കഥയിലേക്ക് കടക്കുകയാണ്. ടീച്ചർ, എപ്പോഴും ബാലകാണ്ഡം വായിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു സംശയമാണ്, ഈ കുഞ്ഞുങ്ങളെ അവരുടെ നാമകരണം അല്ലെങ്കിൽ ബാക്കിയുള്ള ധനുർവിദ്യ അഭ്യസനം ഇതെല്ലാം തന്നെ പിതാവായ ദശരഥന്റെ മേൽനോട്ടത്തിൽ കൊട്ടാരത്തിൽ നടന്നു. അത് കഴിഞ്ഞ് യാഗരക്ഷയ്ക്കായി വിശ്വാമിത്രൻ ഈ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്ന സമയം മുതൽ അവരുടെ വിവാഹം വരെ വിശ്വാമിത്രന്റെ മേൽനോട്ടത്തിലാണ് കുഞ്ഞുങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വിശ്വാമിത്രന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ടായിരിക്കും അല്ലേ? ദശരഥൻ വിശ്വസിച്ച്, ബാലകന്മാരാണ് അവരെ അപ്പോൾ വിശ്വസിച്ച് വിശ്വാമിത്രന്റെ കൂടെ ഏൽപ്പിച്ച് കൂടെ വിടാൻ തയ്യാറാവുന്നത് തന്നെ വിശ്വാമിത്രന്റെ ധാരാളം യോഗ്യതകൾ ഉണ്ടായിരിക്കും അല്ലേ? നമുക്കിന്ന് വിശ്വാമിത്രൻ ഈ കുഞ്ഞുങ്ങളെ വനത്തിലേക്ക് യാഗരക്ഷയ്ക്കായി കൊണ്ടുപോകുന്നതിന് അത്രയും കഥകളൊന്ന് പറഞ്ഞാലോ? ആയിക്കോട്ടെ. ഇത് ബാലകാണ്ഡം ബാലന്മാരുടെ കാണ്ഡമാണ്. അവരെ പരാമർശിക്കുന്നത്, അവരുടെ വിവാഹം വരെയുള്ള കാര്യമാണല്ലോ പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ശുഭമായിട്ട് തുടങ്ങി ശുഭമായിട്ട് അവസാനിക്കുന്നു ഈ കാണ്ഡം. അവിടെ അല്ലലോ അലട്ടലോ അങ്ങനെയൊന്നും ഇല്ല, ചെറിയ ചില കാര്യങ്ങളല്ലാതെ. അപ്പം ആദ്യം കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴത്തെ ജാതകർമ്മം, പിന്നെ നാമകരണം, ഇതൊക്കെ വസിഷ്ഠന്റെ മേൽനോട്ടത്തിൽ കൊട്ടാരത്തിൽ തന്നെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളിങ്ങനെ കളിച്ച് നടക്കുകയാണ്. അത് ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് കളിച്ച് നടക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ കൗമാരം ആയപ്പോഴേക്കും വിദ്യാഭ്യാസം തുടങ്ങുന്നു. പടിപടിയായിട്ടാണ് കുഞ്ഞുങ്ങളുടെ ആ വിദ്യാഭ്യാസത്തിലോട്ടുള്ള കയറ്റം. അവിടെ വേദങ്ങൾ, ഉപനിഷത്തുകൾ, അംഗങ്ങൾ, ഉപാംഗങ്ങൾ എല്ലാം പഠിച്ചു. ഏറ്റവും ഒടുവിലാണ് ധനുർവേദം പഠിപ്പിക്കുന്നത്. കാരണം ആയുധം എങ്ങനെ, ആർക്ക് നേരെ, എപ്പോൾ എടുക്കണം എന്ന അറിവില്ലാതെ ആയുധം കൊടുക്കാൻ പാടില്ല. ക്ഷത്രിയർക്ക് ആയുധം വേണം താനും. അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ ധനുർവേദം, ബാക്കി അറിവുകളെല്ലാം കിട്ടിയിട്ട് ധനുർവേദം പഠിപ്പിക്കുകയാണ്. അത് കഴിയുമ്പോൾ അതിനൊരു പ്രാക്ടിക്കൽ വേണമല്ലോ. അതിനുവേണ്ടി കാരണം ക്ഷത്രിയർ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ധനുർവേദം പഠിക്കുന്നത്. അപ്പോൾ ഉന്നം തെറ്റാതിരിക്കാൻ അതിൻ്റെ പരിശീലനം മൃഗങ്ങളിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ നായാട്ടിന് പോയി. അതും കഴിഞ്ഞ് തിരിച്ച് ഈ സാധനങ്ങളെല്ലാം കൊന്ന മൃഗങ്ങൾ, അത് ക്രൂരമൃഗങ്ങൾ കൊണ്ട്, മുയൽ പോലത്തെ സാധു മൃഗങ്ങളെയും ഒക്കെ കൊണ്ട് അച്ഛൻ്റെ മുന്നിൽ വെച്ചു. അപ്പം പറഞ്ഞു, ഇനി ഇവരെല്ലാം പഠിച്ചു പാസ്സായി കഴിഞ്ഞു, എന്നാൽ നമുക്കിനി കല്യാണമൊക്കെ ആലോചിക്കാനുള്ള സമയമായി എന്നൊരു ചിന്ത ദശരഥന് വന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് വിശ്വാമിത്രൻ അവിടേക്ക് വരുന്നത്. അപ്പം വരുമ്പോൾ തന്നെ എപ്പോഴും വലിയ ഉപചാരങ്ങൾ പറയും. എല്ലാം വേണ്ട പോലെ അവരെ സ്വീകരിച്ച് സത്കരിച്ചിട്ട്, അങ്ങ് എന്തിനാണ് വന്നത്, അത് ഞാൻ സാധിച്ചു തരാമെന്ന് അങ്ങോട്ട് കയറി അങ്ങ് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയും, ഞാനിങ്ങനൊരു യാഗം ചെയ്യുന്നു, അതിന് എനിക്ക് രാക്ഷസന്മാരിൽ നിന്നും സംരക്ഷണം വരുന്നുണ്ട്. അപ്പോൾ അത് ശല്യം വരുന്നു, അതിനുവേണ്ടി അങ്ങ് രാമനെ എൻ്റെ കൂടെ വിടണം. ഇത് കേട്ടതും അദ്ദേഹം സ്വാഭാവികമായിട്ട് ഒരച്ഛൻ്റെ വ്യാകുലത. അത് തന്നെ. തന്നെയുമല്ല, വയസ്സായപ്പോൾ കിട്ടിയ കുഞ്ഞ്, എല്ലാവർക്കും ഇഷ്ടമുള്ള പുത്രൻ, ഈ 4 പേരിലും ഏറ്റവും താൻ സ്നേഹിക്കുന്നയാള്, അതിനെ വിടാൻ നല്ല വൈമനസ്യം, രാക്ഷസന്മാരെ എതിരിടാനാണ് യാഗരക്ഷയ്ക്കായി പറയുന്നുണ്ട്. അവിടെ മാരീചൻ സുബാഹുഹയാണുള്ളത്. അവരോട് നേരിടാൻ എനിക്ക് വയ്യ, ഞാൻ വരാം, എൻ്റെ സൈന്യങ്ങളെ തരാം എന്നെല്ലാം പറയും. അത് ഏക്കുന്നില്ല വിശ്വാമിത്രൻ. അപ്പോൾ വസിഷ്ഠൻ അതിനിടയിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒടുവിൽ സമ്മതിച്ചു. അങ്ങനെ പോവുകയാണ്. അപ്പോൾ കൂടെ ലക്ഷ്മണനെയും കൂട്ടും. അവർ രണ്ടും പിരിയാത്തവരാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ഈ രാജകുമാരന്മാർ കൊട്ടാരത്തിൽ വളർന്ന ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഒരു കുപ്പി വെള്ളം പോലും കൂടെ കൊണ്ടുപോകുന്നില്ല. എന്നിട്ട് ഇവരെ എങ്ങനെ നടത്തുകയാണ് അദ്ദേഹം. പക്ഷേ യാത്രയുടെ ഒരു ക്ലേശവും അറിയാതെ ഇങ്ങനെ കഥകൾ ഉപദേശിച്ചു കൊടുക്കുന്നത്, ഭൂമിശാസ്ത്രം, ചരിത്രം, ഐതിഹ്യങ്ങള്, ഇതിങ്ങനെ പറഞ്ഞിവരെ വിശപ്പറിയിക്കണം, ക്ഷീണം അറിയിക്കണം, ഇവരുടെ ദാഹം അറിയിക്കണം. ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ കുഞ്ഞുങ്ങൾ ഇതുവരെ, കാരണം വിശക്കുന്നതിന് മുമ്പ് കിട്ടുമല്ലോ. അപ്പൊ ഇദ്ദേഹം ഒരു 12 നാഴിക നടന്നു സരയൂ നദിയുടെ തീരത്തോട് ഇങ്ങനെ പോവാ. ആ സമയത്ത് ഇദ്ദേഹം രാമ എന്ന മധുര സ്വരത്തിൽ വിളിച്ചു വന്നാണ്. എന്നിട്ട് പറയും, നിങ്ങൾ കയ്യും മുഖവും കഴുകി വരിക, ഒരു മന്ത്രം ഉപദേശിച്ച് തരാം നിങ്ങൾക്ക് എന്ന് പറയും. ഉടനെ തന്നെ കൈയും കാലും ഒക്കെ ശുദ്ധീകരിച്ച് വന്നിരിക്കും. അപ്പോഴാണ് ബല, അതിബല എന്ന 2 മന്ത്രങ്ങൾ കൊടുക്കുന്നത്. ഈ ബല എന്ന് പറയുന്നത് സത്യത്തിൽ അത് 2
ഒരു കുറുന്തോട്ടി എന്ന് പറയുന്നതാണ്. അതിബലിയ ഒരു സസ്യമാണ്. അപ്പോൾ ഈ പ്രകൃതിയുമായിട്ട് ഇണക്കിക്കൊണ്ടുള്ള ഒരു മന്ത്രമാണ് കൊടുക്കുന്നത്. ഈ മന്ത്രത്തിന് ഉള്ള ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ബല താൽക്കാലികമായിട്ടുള്ള ശക്തി ഉണ്ടാക്കും. വിശപ്പ്, ദാഹം, രൂപം കെടൽ ഇതൊന്നും ഉണ്ടാവത്തില്ല ബല കഴിച്ചാൽ. അതിബല കഴിച്ചാൽ ഒരു നൈരന്തര്യമാണ്, ഈ നമുക്ക് എക്കാലത്തേക്കുമുള്ള ശക്തി കിട്ടുകയാണ്. സ്ഥായിയായ ശക്തി കിട്ടും, അനന്തമായ ശക്തി കിട്ടും. അവിടെ നമ്മുടെ ഗുണങ്ങൾ, നമ്മുടെ അജയ്യത, ഈ സഹിഷ്ണുത, ഈ മാതിരി സ്വഭാവ ഗുണങ്ങളും ബാക്കി എല്ലാം കിട്ടുന്ന ഒന്നാണ് അതിബല. അങ്ങനെ ഈ രണ്ടെണ്ണവും കൂടെ ഉപദേശിച്ചു കൊടുത്തിട്ട് ഇദ്ദേഹം വീണ്ടും ഇങ്ങനെ നടന്നു പോവുക. ഈ കഥകൾ തന്നെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, താമരപ്പൂ സൂര്യൻ്റെ ചൂടേൽപ്പിക്കാതെ താമര വിടരുന്നത് പോലെ ഇവരുടെ മനസ്സിനെ ഇങ്ങനെ വിടർത്തി അദ്ദേഹം കൊണ്ടു നടക്കുകയാണ്. കാരണം വലിയൊരു ദൗത്യവുമായിട്ട് പറന്നവരാണ്. അപ്പം അവരെങ്ങനെ നിന്നോന്നത വനത്തിൽ കൂടെ നടക്കണം, കല്ലും മുള്ളും നിറഞ്ഞ വനത്തിൽ കൂടെ എങ്ങനെ പോകണം. അതേപോലെ തന്നെ ഇവര് 5 ഇന്ദ്രിയങ്ങളല്ല, 6ാമതൊരു ഇന്ദ്രിയം കൂടെ ഉണർന്നിരിക്കണം. കാരണം എവിടെ നിന്നാണ് എപ്പോഴാണ് അപകടം വരുന്നത് നമുക്ക് അറിയാനൊക്കത്തില്ല. അങ്ങനെ ഇവര് സന്ധ്യാസമയമായി ഉറങ്ങണം. ആലോചിച്ച് നോക്കണം, ഇന്ന് വരെ പാദചാരികളായിട്ട് ഇങ്ങനെ നടന്നിട്ടില്ല അവര്. ആ കുഞ്ഞുങ്ങളെ രാത്രിയിൽ ഉറക്കാനായിട്ട് ഇദ്ദേഹം കിടത്തുന്നത് സപ്രപഞ്ച മെത്തയിലല്ല, പകരം പർണതൽപ്പത്തിലാണ്. എന്നിട്ട് ഇദ്ദേഹം ഈ കുഞ്ഞുങ്ങളെ ഉറക്കാൻ കിടത്തിയേച്ച് രാവിലെ ഒരു ശ്ലോകം ചൊല്ലുന്നുണ്ട്. മഹത്തായ ഒരു ശ്ലോകം, നമ്മൾക്കറിയാൻ തോന്നുന്നു. കൗസല്യ സുപ്രജ ഉത്തിഷ്ഠ നര ശാർദൂല കർത്തവ്യം ദൈവമാന്യം. തന്നെ കൗസല്യ ഒരമ്മ, അതായത് ഭ്രൂണാവസ്ഥ മുതൽ തലച്ചോറ് ഉറയ്ക്കുന്നത് വരെ സന്തത സഹചാരിയായ അമ്മ, സ്വശരീരത്തിൽ നിന്നും ആഹാരം കൊടുക്കുന്ന അമ്മ. ആ അമ്മയ്ക്ക് മാത്രമേ ഒരു കുഞ്ഞിനെ സുപ്രജയാക്കി വളർത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഉള്ള അമ്മ ആദ്യമായിട്ടാണ് അമ്മയെ വേർപിരിഞ്ഞ് ഇരിക്കുന്നത്. അപ്പോൾ രാജകൊട്ടാരത്തിലാണെന്നുള്ള ചിന്തയിലായിരിക്കും ഒരുപക്ഷെ ഉറങ്ങുന്നത്. ഇനി വിളിച്ചുണർത്തുന്നെന്ന് പറയുമ്പോൾ രാത്രി നന്നായിട്ട് അവർ ഉറങ്ങി. ഈ പർണതൽപ്പത്തിലാണെങ്കിലും അവർ നന്നായിട്ട് ഉറങ്ങി, വീട്ടിലെ ചിന്തകളൊന്നും കൂടാതെ. വിളിച്ചുണർത്തിയിട്ട് പറയും, ആരാ സൂര്യൻ ഉദിച്ചു. ആ സമയം വരെ ഇവർ ഉറങ്ങിയത്. സൂര്യൻ ഉദിച്ചു, ഇനി നിങ്ങൾക്ക് ഉറങ്ങാൻ അവകാശമില്ല. എന്നിട്ട് പറയും, വിളിക്കുകയാണ്, നരശാർദൂല, നീ വെറും കുഞ്ഞല്ല, നീ വെറും മനുഷ്യക്കുട്ടിയല്ല, നീ നരശാർദൂലമാണ്. അപ്പൊ നമ്മുടെ അത് ഉണരുകയാണ്. അപ്പൊ നീ കർത്തവ്യം, ദൈവം, ഇതെല്ലാം ഉണ്ട്. ഒരു പ്രചോദനാത്മകമായ വാക്കുകളാണ്. അപ്പം അമ്മയുടെ അദൃശ്യ സാന്നിധ്യം അവിടെ ഉണ്ടാക്കി ഭയപ്പെടാതെ ഉണരാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പറയുക, സൂര്യൻ ഉദിച്ച് ഇനി നീ കിടക്കരുതെന്ന് പറഞ്ഞ് അത് കഴിയുമ്പോൾ നീ നരശാർദൂലമാണ്, നമ്മുടെ കൂട്ട് വേറെ പേരൊന്നും വിളിച്ചല്ല കുഞ്ഞുങ്ങളെ ഉണർത്തേണ്ടത്. അത് കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഈശ്വരാധീനം വേണം, നീ പ്രാതസന്ധ്യ പ്രഭാതവന്ദനം ചെയ്യൂ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുന്ന വിശ്വാമിത്രനൊരു മഹാഗുരു തന്നെയല്ല, മനഃശാസ്ത്രജ്ഞനും കൂടെയാണ്. അത് കഴിഞ്ഞ് ഇവർ എഴുന്നേറ്റു. ഉടനെ തന്നെ ദിനകൃത്യങ്ങളൊക്കെ ചെയ്തു. അവർ അവിടെ ഒരു ആശ്രമം കാണുന്നുണ്ട്. ചോദിക്കും, ഇതാരുടെ ആശ്രമം? അപ്പോൾ അത് പണ്ട് ശിവൻ്റെ ഒരു കഥ അറിയാലോ. പാർവതി ദേവി സതി ദഹനാനന്തരം എനിക്കിനിയും കല്യാണം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം തപസ് ചെയ്യുന്നതും കാമദേവൻ അവിടെ വരുന്നു. ആ കാമദേവൻ അസ്ത്രം എയ്യുന്നു, കണ്ണു തുറക്കുന്നു, പാർവതിയെ കാണുന്നു, കാമനെ ദഹിപ്പിക്കുന്നു. ഇത് ഇങ്ങനൊരു കഥയാണ്. ആ സംഭവം നടന്ന ഒരു സ്ഥലമാണ് ഇത് എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഈ എന്നും ഇതിഹാസമായിട്ട് രാമായണം നിലനിൽക്കുന്ന ഇതുകൊണ്ടാണ്. അതായത് നമ്മളെ ആകർഷിക്കാൻ പലരും വരും, പക്ഷെ നമ്മുടെ കാമം അവിടെ ഉണ്ടാവാതെ ശിവൻ അത് അവിടെ ഭസ്മീഭൂതമാക്കി. ഇവിടെ നമ്മൾ കാമത്തിനെ ദഹിപ്പിച്ച് കളയാണ്. കാമദേവൻ അതൊരു പേഴ്സണിഫിക്കേഷനാണ്, അതൊരു മൂർത്തീകരണമാണ്. അതിനെ ദഹിപ്പിക്കാന്ന് പറയുമ്പോൾ ഉള്ളിലെ നമ്മുടെ കാമത്തിനെ ദഹിപ്പിക്കണം. ഇതെന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്? രാമനെ രാജാവാകാൻ പോവുക. ഇതുപോലെ പല പ്രലോഭനങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതിഹാസം ഇന്ന് നിലനിൽക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. അപ്പം ആ കഥയൊക്കെ പറയും. എന്നിട്ട് അന്ന് തന്നെ അവിടെ തന്നെ താമസിച്ചു. അപ്പം അവിടുത്തെ ഈ അനങ്കൻ്റെ കാമദേവന്റെ ശിഷ്യരാണെന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെ ഉള്ളത്. ആ മുനിമാരെല്ലാം ഇവരെ വന്ന് ആദരിക്കും, സൽക്കരിക്കും. എന്നിട്ട് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക രാത്രി മുഴുവൻ. ആ കഥയെല്ലാം പറഞ്ഞു കൊടുത്ത് അതും കേട്ട് പ്രഭാതത്തിൽ ഇവർ തന്നെ ഉണരും. എന്നിട്ട് എപ്പോഴും ദിനകൃത്യങ്ങൾ കഴിഞ്ഞിട്ട് ഇവരെ
മഹർഷിയുടെ മുമ്പ് വന്നിട്ട് കിംകരന്മാരെന്ന, കിംകരൻ എന്ന് പറഞ്ഞാൽ ജോലിക്കാരൻ നമ്മൾ പറയത്തില്ലേ, കിം എന്ത്, കരൻ ചെയ്യണം, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും. അപ്പം അദ്ദേഹം പറയും, നമുക്ക് അവിടെ തന്നെ താമസിക്കുകയാണല്ലോ, ഇനിയും അപ്പം ഈ തോണി കൊണ്ടുവരാൻ പറയും. മഹർഷിമാർ തോണിയുമായിട്ട് വരും. എന്നിട്ട് അവർ തന്നെ ഇവരെ തോണിക്കകത്ത് കയറ്റിയിട്ട് അങ്ങ് ദക്ഷിണ ദിക്കിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവിടെ ചെന്ന് ഈ എന്താ പറയുന്നത്, തോണി കടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് ഒരു വലിയ വനമാണ്. അപ്പം ഇവർ പറയുന്നുണ്ട്, മണ്ണട്ടകൾ നിറഞ്ഞ, ഒരുപാട് വൃക്ഷങ്ങൾ നിറഞ്ഞ, ക്രൂരമൃഗങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഈ വനം ഏതാണ്? അപ്പം നമ്മൾ പറയുന്നുണ്ട് താടകാവനം ആണത്. കാടത അത് തിരിച്ചിടുമ്പോൾ കാടത തിരിക്കുമ്പോൾ താടക എന്നൊരു ഇതൊരു ഘോരവനമാണ് ഇത്. പക്ഷേ ഇതൊരു ഘോരവനമായിരുന്നില്ല, ഇത് നല്ല ഒരു ജനപദമായിരുന്നു. ആ ജനപദം മലദം, കരൂഷം എന്ന് പറയുന്ന 2 ജനപദങ്ങളായിരുന്നു. അതെങ്ങനെയാണ് ഇതുപോലെ കാടായത് എന്ന കഥ നാളെ പറഞ്ഞാൽ മതിയോ? മതി, തീർച്ചയായിട്ടും മതി. അപ്പോൾ നമ്മൾ താടക വനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നാളത്തെ അധ്യായത്തിൽ ശ്രീരാമലക്ഷ്മണന്മാർ എങ്ങനെയാണ് യാഗരക്ഷ നടത്തിയത്, രാക്ഷസന്മാരെ എങ്ങനെയാണ് വധിച്ചത്, താടക നിഗ്രഹം നടത്തിയത് എങ്ങനെ, ഈ കഥകളൊക്കെ നാളെ. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. നമസ്തേ.